യൂറോപ്പിലെ ഹൃദയമായി അറിയപ്പെടുന്ന പ്രാഗിലാണ് ഞങ്ങൾ. ഇത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാന നഗരം. പ്രാഗിനെ സിറ്റി ഓഫ് 100 സ്പൈസ് എന്ന് വിളിക്കുന്നത് എവിടെ നോക്കിയാലും പള്ളികളുടെ ഉയരമുള്ള ഗോപുരങ്ങൾ കാണുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ യാത്ര ഞങ്ങൾ തുടങ്ങുന്നത് പ്രാഗ് കാസിൽ നിന്നാണ്. ഈ കാസിൽ ഏകദേശം 9-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2-ാം ലോക മഹായുദ്ധ സമയത്ത് പോലും വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായതിനാൽ പ്രാഗ് എന്നും അത് പഴയ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രാഗ് കാസിലിൽ ഗാർഡ് മാറുന്ന ഒരു ഔദ്യോഗിക ചടങ്ങ് തുടങ്ങുകയാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രാഗ് കാസിലിൻ്റെ ഒരു സെറമോണിയൽ കോർട്ട്യാർഡിലാണ്. പ്രാഗ് കാസിലിൻ്റെ ഗാർഡൻ ഭാഗം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഗാർഡനുകൾ ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ കോട്ടയുടെ ഭാഗമായാണ് വികസിപ്പിച്ചെടുത്തത്. ഈ സ്റ്റെപ്സ് കാണുമ്പോൾ എനിക്കൊരു ആംഫി തിയേറ്റർ ലുക്ക് പോലൊക്കെ തോന്നുന്നുണ്ട്. ഒരു കാലത്ത് രാജകുടുംബത്തിന് മാത്രമായി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇവ. ഇന്ന് പൊതുജനങ്ങൾ വിശ്രമിക്കാൻ പറ്റുന്നൊരു ഗാർഡൻ സ്പേസാണിത്. ഇവിടെ നിന്ന് പ്രാഗ് നഗരത്തിന് നല്ലൊരു വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ നടന്നു നീങ്ങുന്നത് പ്രാഗ് കാസിലെ 3rd കോർട്ട്യാർഡിലേക്കാണ്. കോട്ടയുടെ പ്രധാന ഓപ്പൺ സ്പേസ് ഇവിടെയാണ്. ചുറ്റും കാണുന്ന ഈ വലിയ കെട്ടിടങ്ങൾ കോട്ടയുടെ പ്രധാന ഭരണഭാഗങ്ങളാണ്. ഈ കോർട്ട്യാർഡ് വഴിയാണ് സെൻറ്റ് വീറ്റസ് കത്തീഡ്രൽ പോലുള്ള പ്രധാന സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാഗ് കാസിലെ ഏറ്റവും തിരക്കേറിയ ഭാഗങ്ങളിലൊന്നായി ഇവയെ കണക്കാക്കപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ബെറോക്ക് സ്റ്റൈൽ നിർമ്മിച്ച ഈ കോൾസ് ഫൗണ്ടൻ വളരെ പ്രസിദ്ധമാണ്. കോർട്ട്യാർഡ് കടന്ന് വലത്തുവശത്തേക്ക് വന്നാൽ ടിക്കറ്റ് കൗണ്ടർ കാണാം. പ്രാഗ് കാസിലിൻ്റെ പ്രധാന കെട്ടിടങ്ങളുടെ അകത്തെ ഭാഗം കാണണമെങ്കിൽ ടിക്കറ്റ് ആവശ്യമാണ്. എന്നാൽ ടിക്കറ്റ് ഇല്ലാതെയും കാസിലിൻ്റെ പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാം. ടിക്കറ്റ് ഓൺലൈനിൽ അഡ്വാൻസ് ആയി എടുക്കാം. എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത്. ഞങ്ങൾ തിരഞ്ഞെടുത്തത് പ്രാഗ് കാസിൽ മെയിൻ സർക്യൂട്ട് ടിക്കറ്റ്സ് ആണ്. ഇതിൻ്റെ വില 450 ചെക്ക് കൊറോണയാണ്. ഈ ടിക്കറ്റിൽ ഞങ്ങൾ ഓൾഡ് റോയൽ പാലസ്, സെൻറ്റ് ജോർജ് ബസിലിക്ക, ഗോൾഡൻ ലെയിൻ, സെൻറ്റ് വീറ്റസ് കത്തീഡ്രൽ എന്നിവയുടെ ഉൾഭാഗങ്ങളാണ് കണ്ടത്. ഈ ടിക്കറ്റിന് 2 ദിവസം വാലിഡിറ്റി ഉണ്ട്. അതിനാൽ ഒരു ദിവസം മുഴുവൻ കവർ ചെയ്യാൻ കഴിയാതെ വന്നാൽ അടുത്ത ദിവസം കണ്ടു തീർക്കാം. ടിക്കറ്റ് പേയ്മെൻറ്റ് ക്യാഷിലോ കാർഡിലോ ചെയ്യാവുന്നതാണ്. ചെക്ക് കൊറോണ, യൂറോ രണ്ടും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. മെയിൻ സർക്യൂട്ട് ടിക്കറ്റിൻ്റെ കൂടെ ഓഡിയോ ഗൈഡും ലഭിക്കുന്നതാണ്. ഓഡിയോ ഗൈഡ് ചാർജ് 350 ചെക്ക് കൊറോണയാണ്. അതിനു പുറമെ ഓരോ ഓഡിയോ ഗൈഡ് ഡിവൈസിനും 500 ചെക്ക് കൊറോണ ഡിപ്പോസിറ്റ് ക്യാഷിൽ നൽകേണ്ടതാണ്. ഇവിടെ ക്യാഷിൽ മാത്രമേ ഡിപ്പോസിറ്റ് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ക്യാഷ് മുൻകൂട്ടി കരുതി വെച്ചാൽ നല്ലതാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുള്ള ATM മെഷീനിൽ ക്യാഷ് വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. പക്ഷേ സർവീസ് ഫീ കൂടുതലാണെന്ന കാര്യം ശ്രദ്ധിക്കുക. കൂടാതെ ATM മെഷീനിൽ ഫിസിക്കൽ കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. കോൺടാക്ട്ലെസ് വിഡ്രോവൽ ഇവിടെ സാധ്യമല്ല. ഓഡിയോ ഗൈഡിൻ്റെ വാലിഡിറ്റി വെറും 3 മണിക്കൂർ മാത്രമാണ്. അതിനാൽ മെയിൻ സർക്യൂട്ടിലെ ഈ സ്ഥലങ്ങൾ ഈ 3 മണിക്കൂറിനുള്ളിൽ പ്ലാൻ ചെയ്ത് എക്സ്പ്ലോർ ചെയ്താൽ എല്ലാം സുഗമമായി കണ്ടു തീർക്കാം. നമ്മളിപ്പോൾ പ്രാഗ് കാസിലിലെ സെൻറ്റ് വീറ്റസ് കത്തീഡ്രലിൻ്റെ പ്രധാന കവാട ഭാഗത്താണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ്. ഈ പള്ളിയുടെ നിർമ്മാണം 13-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. പൂർത്തിയാക്കാൻ ഏകദേശം 600 വർഷത്തോളം സമയമെടുത്തു. ചെക്ക് രാജാക്കന്മാരുടെ കൊറോണേഷൻ ചടങ്ങുകൾ ഇവിടെയാണ് നടക്കാറ്. അവരുടെ കിരീടവും രാജകീയ നിധികളും ഈ പള്ളിയിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്. ഈ കത്തീഡ്രൽ പ്രാഗിലെ റോമൻ കാത്തലിക് ആർച്ച് ഡയസിൻ്റെ പ്രധാന പള്ളിയാണ്. ഗോത്തിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഈ ഉയരമുള്ള സ്റ്റോൺ പില്ലേഴ്സ് ഈ കത്തീഡ്രലിനെ വളരെ മനോഹരമാക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പൈപ്പ് ഓർഗൻ വളരെ പ്രസിദ്ധമാണ്. വെസ്റ്റ് ഗാലറിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
അതോടൊപ്പം തടിയിൽ നിർമ്മിച്ച ഈ ക്രൂസിഫിക്ഷൻ ആർട്ട് വർക്ക് ഇവിടെ കാണുന്ന ഏറ്റവും പഴയ കലാസൃഷ്ടികളിലൊന്നാണെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. ഓക്ക് മരത്തിൽ കൊത്തിയ പഴയ വാതിലുകളാണിവ. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ശില്പങ്ങളിൽ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, മിഖായേൽ മാലാഖ എന്നിവരുടെ രൂപങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ മുന്നിൽ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഡെക്കറേറ്റീവ് വർക്ക് ബറോക്ക് ശൈലിയുടെ പ്രഭാവം വ്യക്തമാക്കുന്നു. പിന്നിലെ സ്റ്റെയിൻ ഗ്ലാസുകളിൽ 20-ാം നൂറ്റാണ്ടിൽ ചെക്ക് കലാകാരന്മാരായ അൽഫോൺസ് മൂഷ, മാർക്ക് സ്വാബിൻസ്കി, ഫ്രാൻസിസ്കെ കിസലെ എന്നിവർ രൂപകൽപ്പന ചെയ്തവയാണ്. ഈ സ്റ്റെയിൻ ഗ്ലാസുകളിൽ പല വിശുദ്ധരുടെയും കഥകൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഓൾട്ടറിൻ്റെ മറുഭാഗത്ത് നാം ഇവിടെ കാണുന്നത് 16-ാം നൂറ്റാണ്ടിലെ ശില്പികൾ നിർമ്മിച്ച ഒരു മനോഹരമായ വുഡ് ആർട്ട് വർക്കാണ്. 16-ാം നൂറ്റാണ്ടിലെ പ്രാഗ് നഗരം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ കൃത്യമായൊരു 3D മാപ്പ് പോലെ തന്നെയാണ് ഈ ശില്പം. ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രാഗിലെ പ്രശസ്തമായ ചാൾസ് ബ്രിഡ്ജ്, ഓൾഡ് ടൗൺ സ്ക്വയർ, അതുപോലെ അന്നത്തെ പഴയ കെട്ടിടങ്ങളും വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. 30 വർഷത്തെ യുദ്ധകാലത്ത് വൈറ്റ് മൗണ്ടൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം വിൻ്റർ കിങ് എന്ന് വിളിക്കപ്പെട്ട ഫെഡറിക് രാജാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും പ്രാഗിൽ നിന്ന് പലായനം ചെയ്യുന്ന ചരിത്രപരമായ ദൃശ്യങ്ങളാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള സൂര്യകിരണ ആകൃതി സാധാരണയായി യൂക്കാരിസ്റ്റിക് മോൺസ്ട്രൻസ് അല്ലെങ്കിൽ ഓൾട്ടറിലെ ഹോളി സേക്രമെൻറ്റ് ഡെക്കറേഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചുറ്റുമുള്ള ചെറുദൂതന്മാർ അല്ലെങ്കിൽ ഏഞ്ചൽസ് ബറോക്ക് ശൈലിയുടെ പ്രധാന സവിശേഷതകളാണ്. ഈ വലിയ പെയിൻറ്റിങ്ങിൽ ഒരു രാജകീയ കോർട്ട് സീൻ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്നത് ബൊഹീമിയയുടെ രാജാവായ ചാൾസ് 4-ാമൻ അദ്ദേഹത്തിൻ്റെ രാജസഭയോടൊപ്പം കാണുന്നൊരു ചരിത്ര ദൃശ്യമാണ്. ഈ അതിമനോഹരമായ സിൽവർ ഓൾട്ടർ വിശുദ്ധ ജോൺ ഓഫ് നെപ്പക്കമിൻ്റെ കല്ലറയാണ്. 17-ാം നൂറ്റാണ്ടിലെ ബറോക്ക് ശൈലിയിൽ നിർമ്മിച്ച ഈ ടോംബിൽ വെള്ളിയിൽ തീർത്ത ദൂതന്മാരുടെയും ചെറുബുകളുടെയും അലങ്കാര ശില്പങ്ങളായാണ് കാണുന്നത്. ചുറ്റുമുള്ള ഓരോ ശില്പവും അത്യന്തം സൂക്ഷ്മമായ ഹാൻഡ് ക്രാഫ്റ്റഡ് ഡീറ്റെയിലിംഗ് കാണിച്ചു തരുന്നു. മുകളിലായി ക്രൂശ് ചുമന്ന വിശുദ്ധ ജോൺ ഓഫ് നെപ്പക്കമിൻ്റെ രൂപവും അദ്ദേഹത്തിന് തല ചുറ്റിയുള്ള നക്ഷത്ര കിരീടവും വളരെ ശ്രദ്ധേയമാണ്. ഈ നക്ഷത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധതയും സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ടോംബ് 17-ാം നൂറ്റാണ്ടിൽ ജൊഹാൻ ബെർണാർഡ് ഫിഷർ വോൺ എൽറാക്ക് ഡിസൈൻ ചെയ്തതും ശുദ്ധ വെള്ളി ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ്. ബറോക്ക് കലയുടെ വൈഭവവും ആഴവും സാങ്കേതിക മികവും ഒന്നിക്കുന്ന സെൻറ്റ് വിക്ടേഴ്സ് കത്തീഡ്രലിലെ ഏറ്റവും വലിയ ആർട്ട് വർക്കുകളിൽ ഒന്നാണിവ. ഉയരത്തിലേക്ക് നീളുന്ന ഈ കോത്തിക് റിപ്ഡ് വോൾ സീലിംഗ് കാണുമ്പോൾ തന്നെ കത്തീഡ്രലിൻ്റെ വിസ്തൃതി എത്ര മഹത്തായതാണെന്ന് മനസ്സിലാക്കാം. വശങ്ങളിലായി നിലനിൽക്കുന്ന സൈഡ് ചാപ്പൽസ് ഓരോന്നും വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കലയും വിശ്വാസവും പ്രതിഫലിപ്പിക്കുന്നു. ഈ കത്തീഡ്രലിൻ്റെ നിർമ്മാണം ശക്തമായി പിന്തുണച്ചത് ചാൾസ് 4-ാമനാണ്. 13-ാം നൂറ്റാണ്ടിൽ പ്രാഗിനെ ഒരു മഹത്തായ ക്രൈസ്തവ കേന്ദ്രമാക്കാൻ അദ്ദേഹം ഈ കത്തീഡ്രലിനെ രാജകീയവും ആത്മീയവുമായ ഒരു ചിഹ്നമാക്കി മാറ്റി. സെയിൻറ്റ് വെൻസസ്ലാസ് ചാപ്പൽ കഴിഞ്ഞ് ഞങ്ങൾ എത്തുന്നത് കത്തീഡ്രലിൻ്റെ മെയിൻ ഓൾട്ടർ ഭാഗത്തേക്കാണ്. ഇപ്പോൾ ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതിനാൽ ഓൾട്ടറിൻ്റെ സെൻറ്റർ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. എന്നാലും ഈ കത്തീഡ്രലിൻ്റെ അകത്തളത്തിൻ്റെ ഭംഗിയും ചരിത്രവും കാണാനിടയായി എന്ന സന്തോഷത്തോടെ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലെ കാഴ്ചകൾ പൂർത്തിയാക്കി ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് നീങ്ങുകയാണ്. അടുത്തതായി ഓൾഡ് റോയൽ പാലസിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓൾഡ് റോയൽ പാലസിലാണ്. ഈ കൊട്ടാരത്തിൻ്റെ തുടക്കം 9-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ബൊഹീമിയയിലെ പ്ലെമിസിറ്റ് രാജവംശത്തിൻ്റെ കാലത്ത് മരത്തിൽ നിർമ്മിച്ച ഒരു രാജകീയ വസതിയായിരുന്നത്. 12-ാം നൂറ്റാണ്ടിൽ പ്രിൻസ് ലോബസ്ലാവ് 1-ാമൻ ഇത് കല്ലിൽ നിർമ്മിച്ച സ്റ്റോൺ പാലസാക്കി മാറ്റി. അതോടെയാണ് ഓൾഡ് റോയൽ പാലസിൻ്റെ ഇന്നത്തെ സ്ഥിരമായ രൂപമുണ്ടാകുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ചാൾസ് 4-ാമൻ ഈ കൊട്ടാരത്തെ
ബൊഹീമിയയുടെ പ്രധാന രാജകേന്ദ്രമാക്കി. ഇവിടെ നാം കാണുന്ന വ്ലാഡിസ്ലാവ് ഹാൾ 16-ാം നൂറ്റാണ്ടിൽ വ്ലാഡിസ്ലാവ് രണ്ടാമൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. അന്നത്തെ യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ സെക്യുലർ ഹാളുകളിൽ ഒന്നായിരുന്നത്. രാജകീയ യോഗങ്ങൾ, കൊറോണേഷൻ ചടങ്ങുകൾ എല്ലാം ഈ കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു കാലത്ത് കുതിരപ്പുറത്ത് തന്നെ രാജാക്കന്മാർ ഈ ഹാളിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓൾഡ് റോയൽ പാലസ് ഹാൾ മാത്രമല്ല, രാജാവിനും കുടുംബത്തിനും താമസിക്കുവാൻ റോയൽ അപ്പാർട്ട്മെൻറ്റ്സും ചേംബറുകളും ഉണ്ടായിരുന്നു. അവയിലൊന്നായ ലുഡ്വിഗ് ചേംബറിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കാണുന്ന മേശയും കസേരയും ലുഡ്വിഗ് രാജകുമാരൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം 20-ാം വയസ്സിൽ മരിക്കുന്നതുവരെ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നീട് രാജകുമാരൻ്റെ മരണശേഷം ഈ മുറിയും ഇവിടെയുള്ള ഫർണിച്ചറുകളും ഓഫീസ് അഡ്മിനിസ്ട്രേഷനായി ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ മുറിയിലെ ഹീറ്റിംഗ് സിസ്റ്റംസ് വളരെ ശ്രദ്ധേയമാണ്. താഴെ ഫർണസിൽ നിന്നുള്ള തീ ഈ പച്ച നിറത്തിലുള്ള സെറാമിക് ടൈൽസിനെ ചൂടാക്കി അവയിൽ നിന്നുള്ള ചൂടുവായു ചേംബറിനെ മുഴുവൻ ചൂടായി നിലനിർത്തുന്നതാണ്. ഓൾഡ് റോയൽ പാലസിലെ ഈ ചേംബറിലാണ് 1618 നടന്ന ഡീഫെനസ്ട്രേഷൻ ഓഫ് പ്രാഗ് എന്ന ചരിത്ര സംഭവം നടന്നത്. അന്നൊരു വലിയ രാഷ്ട്രീയ തർക്കത്തിനിടയിൽ 2 ഗവർണർമാരെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെയും ഈ ചേംബറിലുള്ള ഈ ജനാലിൽ നിന്ന് താഴേക്ക് തള്ളിവിട്ടു. അത്ഭുതകരമായി ഈ 3 പേരും താഴെ വീണിട്ടും രക്ഷപ്പെട്ടു. ഈ സംഭവം ബൊഹീമിയയിൽ ഒരു വലിയ കലാപത്തിന് തുടക്കം കുറിക്കുകയും പിന്നീട് യൂറോപ്പിൽ നീണ്ട 30 വർഷ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അടുത്തതായി ഞങ്ങൾ പ്രവേശിച്ചത് ഓൾഡ് റോയൽ പാലസിലെ റോയൽ കൗൺസിൽ ചേംബറിലാണ്. ഇവിടെ രാജാവും രാജകീയ ഉപദേഷ്ടാക്കളും അതോടൊപ്പം പ്രാഗിലെ ആർച്ച് ബിഷപ്പും ഒരുമിച്ച് രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ, നികുതി നിയമങ്ങൾ, പ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ എല്ലാം ഇവിടെ ചർച്ച ചെയ്തിരുന്നു. അവർ ഇരുന്നിരുന്ന ഇരിപ്പിടങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ കാണുന്ന കസേരകളും ഇരിപ്പിടങ്ങളും അന്നത്തെ കാലത്തെ ഫർണിച്ചറിനെ അടിസ്ഥാനമാക്കി പുനർനിർമ്മിച്ച മാതൃകകളാണ്. വളരെ അത്ഭുതകരമായ കാര്യമെന്നാൽ ഈ കൗൺസിൽ ചേംബർ അന്ന് എങ്ങനെയുണ്ടായിരുന്നോ അതേ രൂപത്തിൽ തന്നെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു. ഇവിടെ കാണുന്ന കിരീടവും മറ്റ് രാജകീയ വസ്തുക്കളും അന്നത്തെ കാലത്തെ പുനർനിർമ്മിച്ച മാതൃകകളാണ്. യഥാർത്ഥ ബൊഹീമിയൻ ക്രൗൺ ജുവൽസ് സെയിൻറ്റ് വെൻസസ്ലാസ് ചാപ്പലിലുള്ള ക്രൗൺ ചേംബറിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ കൗൺസിൽ ചേംബറിൽ കാണുന്ന ചിത്രങ്ങൾ ബൊഹീമിയ ഭരിച്ച ഫെർഡിനാൻഡ് ഒന്നാമൻ, മാക്സിമിലിയൻ രണ്ടാമൻ, റുഡോൾഫ് രണ്ടാമൻ എന്നിവരെ പോലുള്ള ഹാബ്സ്ബർഗ് രാജവംശത്തിലെ രാജാക്കന്മാരുടെ പോർട്രേറ്റ് പെയിൻറ്റിങ്സ് ആണ്. വ്ലാഡിസ്ലാവ്സ് സ്മോൾ ഓഡിയൻസ് ചേംബർ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന മുറിയിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. രാജാവ് രാജകീയ ഉപദേശകന്മാരായിട്ടും നോബിൾസുമായും സ്വകാര്യമായ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നത് ഈ ചേംബറിലാണ്. ഏകദേശം 400 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചരിത്രമുറിയാണിത്. ഈ മുറിയുടെ മേൽക്കൂരയിലും ചുമരുകളിലും നാം കാണുന്ന ചിഹ്നങ്ങൾ ബൊഹീമിയയുടെയും ഹാബ്സ്ബർഗ് രാജവംശത്തിൻ്റെയും കോട്ട് ഓഫ് ആംസ് ചിഹ്നങ്ങളാണ്. രാജകീയ അധികാരവും ഭരണാധികാരവും പ്രതീകപ്പെടുത്തുന്നതാണ് ഈ ചിഹ്നങ്ങൾ. ഇവിടെ കാണുന്ന കല്ലിൽ തീർത്ത ശില്പഭാഗങ്ങളും അലങ്കാരങ്ങളും അന്നത്തെ രാജകീയ ജീവിതശൈലിയുടെ സൂചനകളാണ്. ഇത് ഓൾഡ് റോയൽ പാലസിലെ ലാൻഡ് ടേബിൾസ് ചേംബറാണ്. മധ്യകാല ബൊഹീമിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമുറികളിലൊന്നായിരുന്നിത്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ലാൻഡ് ടേബിൾസ് രജിസ്റ്റേഴ്സിലാണ് രാജകീയ ഉത്തരവുകളും നിയമവിധികളും രേഖപ്പെടുത്തിയിരുന്നത്. ഇത് പ്രാഗ് കാസിലെ സെൻറ്റ് ജോർജ് ബസിലിക്കയാണ്. 920 സ്ഥാപിച്ച ഈ പള്ളി കാസിലിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണ്. ഇവിടുത്തെ ക്രിസ്തീയ ചരിത്രത്തിൽ ഈ സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. റോമൻ സ്ക്യൂ ശൈലിയിലാണ് ഈ പള്ളി പ്രധാനമായും പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് കട്ടിയുള്ള കല്ല് ചുമരുകളും കമാനാകൃതിയിലുള്ള വാതിലുകളും ഇവിടെ കാണുന്നത്. പള്ളിയുടെ അകത്തെ രൂപകൽപ്പന വളരെ ലളിതമാണ്. പള്ളിക്കുള്ളിൽ ബൊഹീമിയയിലെ ആദ്യകാല വിശുദ്ധയായ സെൻറ്റ് ലുഡ്മിലയുടെ
ശരീരമാണ് സംസ്കരിച്ചിരിക്കുന്നത്. കുറച്ച് സമയം ചെലവഴിക്കാനാകുന്ന ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഈ പള്ളി നൽകുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ നടന്നു നീങ്ങുന്നത് പ്രാഗ് കാസിലിൻ്റെ കോമ്പൗണ്ടിനുള്ളിലെ മറ്റൊരു സ്ഥലമായ ഗോൾഡൻ ലെയിനിലേക്കാണ്. നമ്മളിപ്പോൾ ഗോൾഡൻ ലെയിനിലുള്ള വൈറ്റ് ടവറിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇതൊരു കാലത്ത് പ്രാഗ് കാസിലിൻ്റെ ആയുധശേഖരമായിരുന്നു. ഇവിടെയാണ് സൈനികർ ഉപയോഗിച്ചിരുന്ന വാളുകളും കുന്തങ്ങളും സ്പിയർ, ഹാൽബർട്ട്, അതുപോലെ ഹെൽമെറ്റ്, ആർമർ, ഷീൽഡ് പോലുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത്. യുദ്ധഭീഷണി ഉണ്ടായാൽ സൈനികർ ഇവിടെ നിന്ന് ഉടൻ ആയുധങ്ങളെടുത്ത് ഡിഫൻസ് കോറിഡോർ വഴി പുറത്തെത്താൻ ഈ ടവർ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഈ കോറിഡോറിലൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ എത്തുന്നത് ഡലിബോർഗ ടവറിലേക്കാണ്. ഈ ടവർ ഒരു കാലത്ത് സൈനിക തടവുകാരെയും രാജദ്രോഹം ആരോപിക്കപ്പെട്ടവരെയും തടവിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു. പ്രാഗ് കാസിലിലെ ഗോൾഡൻ ലെയിനിലുള്ള ഒരു ആൽക്കമി പരീക്ഷണശാലയാണിത്. സാധാരണ ലോഹങ്ങളെ സ്വർണ്ണമാക്കാനും രോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്താനും ജീവൻ ദീർപ്പിക്കാനും ആൽക്കമിസ്റ്റുകൾ ഇവിടെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങളാണ് പിന്നീട് മോഡേൺ കെമിസ്ട്രിയുടെയും മോഡേൺ മെഡിസിൻ്റെയും അടിത്തറയായത്. ഈ ഗോൾഡൻ ലെയിനിൽ കാണുന്ന പല നിറങ്ങളിലുള്ള വീടുകൾ ചെറുതും മനോഹരവുമാണ്. വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഈ ലൈൻ നീളുന്നതെങ്കിലും 16-ാം നൂറ്റാണ്ടിൽ പ്രാഗ് കാസിലിനെ കാവൽ കാത്തിരുന്ന സൈനികർ നടന്ന ഈ ചരിത്രപാത ഇന്നും വളരെ മനോഹരമായി പരിപാലിച്ചിരിക്കുന്നു. ഗോൾഡൻ ലൈൻ കഴിഞ്ഞ് ഞങ്ങൾ പ്രാഗ് കാസിലിൻ്റെ നോർത്തേൺ ഫോർട്ട് ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇടതുവശത്ത് കാണുന്നത് ഡലിബോർഗ ടവറാണ്. അതേസമയം വലത്തുവശത്ത് നടന്നു പോകുമ്പോൾ ഒരു കാലത്ത് സൈനികർ ശത്രുക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിരുന്ന പ്രതിരോധ മതിലുകൾ നമുക്ക് കാണാം. ഇന്ന് അതേ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ പ്രാഗ് നഗരത്തിൻ്റെ സൗന്ദര്യം സ്വയം നമ്മളെ ആകർഷിക്കുന്നു. താഴെ കാണുന്ന ചുവന്ന മേൽക്കൂരകളും പഴയ കെട്ടിടങ്ങളും നിറഞ്ഞ ലോവർ ടൗണും അതിനൊപ്പം ഒഴുകുന്ന വ്ലാച്ചാവ നദിയും എല്ലാം ചേർന്നൊരു മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഞങ്ങളുടെ പ്രാഗ് കാസിൽ യാത്രയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വിസ്മയം നിറയ്ക്കുന്ന ചരിത്രവും മനോഹരമായ സൗന്ദര്യവും ഒരുമിച്ച് നൽകിയ പ്രാഗ് കാസിലിൽ നിന്ന് ഞങ്ങളിപ്പോൾ ലോവർ ടൗണിലേക്കും ടൗൺ സ്ക്വയറിലേക്കും നടന്നു നീങ്ങുകയാണ്. പാർട്ട് 2-ൽ ടൗൺ സ്ക്വയറും അവിടുത്തെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം.